എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ആദ്യമായിട്ടാണ് ചാനൽ കാണുന്നതെങ്കിൽ എല്ലാവരും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. ഇന്ന് നമ്മൾ 6ാം ക്ലാസ്സിലെ 5ാമത്തെ യൂണിറ്റായ സംസ്കാരവും സാംസ്കാരിക വൈവിധ്യങ്ങളും ആ പാഠഭാഗത്തെ ചോദ്യോത്തരങ്ങൾ നമുക്ക് നോക്കാം. ഇന്ത്യ പല നിറങ്ങളും ഭാഷകളും പാരമ്പര്യങ്ങളുമുള്ള രാജ്യമാണ്. വടക്ക് മഞ്ഞുമൂടിയ ഹിമാലയം മുതൽ തെക്ക് കടലോരങ്ങൾ വരെ ഓരോ പ്രദേശത്തിനും തനതായ സംസ്കാരമുണ്ട്. എണ്ണമറ്റ ഉത്സവങ്ങളുടെയും സംഗീതത്തിൻ്റെയും നാടാണ് നമ്മുടേത്. വ്യത്യസ്തങ്ങളായ നൃത്തരൂപങ്ങൾ ഓരോന്നും നമ്മുടെ ജനങ്ങളുടെ വ്യത്യസ്തമായ കഥകൾ പറയുന്നു. എന്നിരുന്നാലും ഈ വൈവിധ്യങ്ങൾക്കിടയിൽ മഹത് വ്യക്തികളായ ചിന്തകരുടെയും യോദ്ധാക്കളുടെയും ജീവിതകഥകളാൽ സമ്പന്നവും ശക്തവുമായ ഐക്യബോധം നാം പങ്കിടുന്നുണ്ട്. ഭിന്നതകളെ ഉൾക്കൊള്ളാനും വൈവിധ്യത്തിൽ ഐക്യം കണ്ടെത്താനുമുള്ള കഴിവിലാണ് ഇന്ത്യയുടെ ശക്തി കുടികൊള്ളുന്നത്. അപ്പോൾ ഇതിലെന്താ ഭാഷകൾ, പാരമ്പര്യങ്ങൾ, എണ്ണമറ്റ ഉത്സവങ്ങൾ, സംഗീതം, നൃത്തരൂപങ്ങൾ, കഥകൾ, ഇതൊക്കെ നമ്മുടെ നാടിൻ്റെ വൈവിധ്യങ്ങളാണ്. അപ്പോൾ ആൻസർ നമുക്ക് നോക്കാം. അപ്പോൾ നോക്കി എന്തൊക്കെ വൈവിധ്യങ്ങളാണ് ഇവിടെ സൂചിപ്പിക്കുന്നത്. ഭാഷ, പാരമ്പര്യം, സംസ്കാരം, നൃത്തരൂപങ്ങൾ എൻ്റെ മതം എന്നിട്ട് എന്നുള്ളതുണ്ട് കേട്ടോ, സൈഡിൽ കാണാത്തതാണ്. മതം, സംഗീതം, ഉത്സവങ്ങൾ, ഭക്ഷണങ്ങൾ, കലാരൂപങ്ങൾ, ഇതൊക്കെ നമ്മുടെ നാടിൻ്റെ വൈവിധ്യങ്ങളാണ്. അപ്പോൾ ഇതാണ് അവിടെ ആൻസർ ആയിട്ട് വരുന്നത്. നമുക്ക് ആ പാരഗ്രാഫ് വായിച്ചാൽ തന്നെ മനസ്സിലാവും, അതിൽ കാണാം. ഒരു കുട്ടി ഇവിടെ പഠിക്കുന്ന ഒരു അന്യസംസ്ഥാന തൊഴിലാളിയുടെ മോളിവിടെ പഠിക്കുന്നുണ്ട്. അപ്പോൾ അത് അവരെ ആഘോഷങ്ങൾക്ക് വേണ്ടിയിട്ട് അവർ നാട്ടിലേക്ക് പോയിരിക്കുകയായിരുന്നു, രാജസ്ഥാനിലേക്ക്. അപ്പോൾ അവിടുത്തെ വിശേഷങ്ങൾ പറഞ്ഞുകൊണ്ട് ഒരു ലെറ്റർ എഴുതിയിരിക്കുകയാണ്. എന്തൊക്കെയാണ് വിശേഷങ്ങൾ എന്ന് ചോദിച്ചിട്ടുണ്ട്. പിന്നെ തീജ് ആഘോഷിക്കാനാണ് ഞാൻ എൻ്റെ നാട്ടിലേക്ക് വന്നത്. ശ്രാവണ മാസത്തിലാണ് തീജ് ആഘോഷിക്കാറുള്ളത്. കേരളത്തിൽ ഓണത്തിന് ഊഞ്ഞാൽ ഇടാറുണ്ടല്ലോ. തീജ് ആഘോഷത്തിന് ഞങ്ങളും ഇവിടെ ഊഞ്ഞാലിടാറുണ്ട്. പുതുവസ്ത്രങ്ങൾ, മധുരപലഹാരങ്ങൾ, ബന്ധുവീട്ടിലേക്കുള്ള വിരുന്നുപോക്ക്, അങ്ങനെ ഒത്തിരി വിശേഷങ്ങൾ ഈ ആഘോഷത്തിൻ്റെ ഭാഗമായിട്ടുണ്ട്. പുഷ്കർ മേളയും ഗജമേളയും ഞങ്ങൾ ആഘോഷിക്കാറുണ്ട്. ഇത്തരം ആഘോഷവേളകളിൽ പുരുഷന്മാർ തലപ്പാവും കോട്ടുമാണ് ധരിക്കാറുള്ളത്. സ്ത്രീകൾ പാവാടയും ചോളിയുമാണ് ധരിക്കാറുള്ളത്. കൂടുതൽ വിശേഷങ്ങളിൽ നേരിട്ടിട്ട് പറയാം. ഓണത്തിന് മുന്നേ ഞാനങ്ങെത്തും. ഞങ്ങൾ പാചകം ചെയ്ത് ഇവിടുത്തെ സ്പെഷ്യൽ മധുരപലഹാരം കൊണ്ടുവരികയും ചെയ്യും. ഓണത്തോട് സാമ്യമുള്ള എന്തെല്ലാം സവിശേഷതകളാണ് രാജസ്ഥാനിലെ തീജ് ആഘോഷത്തിനുള്ളത്? കേരളത്തിൽ നിന്ന് വ്യത്യസ്തമായ എന്തെല്ലാം സവിശേഷതകളാണ് രാജസ്ഥാനിൽ കാണാൻ കഴിയുന്നത്? നോക്കാം. ഇപ്പോൾ കേരളത്തിലെയും രാജസ്ഥാനിലെയും ആഘോഷങ്ങൾ ഒരുപോലെയാണ് ചോദിച്ചിട്ടുണ്ട്. ഒരേപോലെയാണല്ലേ. അവിടെ രാജസ്ഥാനിൽ ശ്രാവണ മാസം പിന്നെ പുതുവസ്ത്രങ്ങൾ ധരിക്കാറുണ്ട്, മധുരപലഹാരങ്ങൾ, ബന്ധുവീട്ടിലേക്കുള്ള വിരുന്നുപോക്ക്, പിന്നെ ഊഞ്ഞാൽ കിട്ടാറുണ്ട്. കേരളത്തിൽ ഏത് മാസത്തിലാണ് ഓണം ആഘോഷിക്കുക? ചിങ്ങമാസം. പിന്നെ പുതുവസ്ത്രങ്ങൾ നമ്മൾക്ക് മേടിക്കാറുണ്ട്, മധുരപലഹാരങ്ങൾ, ബന്ധുവീടുകളിൽ പോകൽ, ഊഞ്ഞാലിടൽ, ഇതൊക്കെ നമ്മളും ചെയ്യാറുണ്ട്. ഇനി കേരളത്തിൽ നിന്ന് വ്യത്യസ്തമായ എന്തെല്ലാം സവിശേഷതകളാണ് രാജസ്ഥാനിൽ കാണാൻ കഴിയുന്നത്? രാജസ്ഥാനിൽ പുഷ്കർ മേളയുണ്ട്, ഗജമേളയുണ്ട്, പിന്നെ ശിവൻ്റെയും പാർവതിദേവിയുടെയും ദിവ്യമായ ഐക്യത്തെ ഓർമ്മിപ്പിക്കുന്നു. പിന്നെ വസ്ത്രധാരണ അവിടുത്തെ വ്യത്യസ്തമാണ്. ആണുങ്ങൾ തലപ്പാവും അതാണ് ധരിക്കുന്നത്, മുണ്ടാണ് ധരിക്കുന്നത്. സ്ത്രീകൾ പാവാടയും സാരിയുമാണ് ധരിക്കുന്നത്. ഇനി കേരളത്തിലാണെന്ന് വെച്ചാൽ അത്തപ്പൂക്കളുണ്ട്, മഹാബലിയുടെ വരവ്, പിന്നെ 10 ദിവസത്തെ ആഘോഷമാണ്, വള്ളംകളിയുണ്ട്. പിന്നെ ഇവിടുത്തെ ഡ്രസ്സ് എന്ന് പറഞ്ഞാൽ ട്രഡീഷണലായിട്ട് സാരി, മുണ്ട്, സ്ത്രീകൾ അങ്ങനെയാണ്. പുരുഷന്മാരായാലും മുണ്ടും ഷർട്ടും അങ്ങനെയാണ്, വ്യത്യസ്തമാണ് ധരിക്കുന്നത്. വസ്ത്രധാരണ വ്യത്യസ്തമായിരിക്കും. എൻ്റെ നാട്ടിൽ നിന്നുള്ള ഭക്ഷണം എന്ന് പറയുന്നത് ചോറ്, മീൻകറി, പിന്നെ വേഷം മുണ്ട്, ഷർട്ട്, സാരിയാണ് സ്ത്രീകൾ. ഭാഷ മലയാളം. ആഘോഷം എന്ന് വെച്ചാൽ ഓണം, വിഷു, ക്രിസ്മസ്, റംസാൻ. പിന്നെ വിനോദമായിട്ട് വരുന്നത് തിരുവാതിരക്കളി ഉണ്ടാവും, പിന്നെ വള്ളംകളി ഉണ്ടാവും. സ്മാരകമായിട്ട് തന്നെ കോട്ടയാണ്. അപ്പം അങ്ങനെ എഴുതി ചേർക്കുക. ഓരോ നാട്ടിലും ഓരോ വ്യത്യസ്ത രീതികളായിരിക്കും. എൻ്റെ നാട് എന്ന വിവരണത്തിൽ നാം ഉൾപ്പെടുത്തിയിരിക്കുന്ന സവിശേഷതകൾ നമ്മുടെ നാടിൻ്റെ സംസ്കാരത്തെ കുറിക്കുന്നു. എന്താണ് സംസ്കാരം? നമ്മുടെ ഭക്ഷണം, വേഷം,
ഭാഷ തുടങ്ങിയവ ചേർന്നാണ് നമ്മുടെ സംസ്കാരം രൂപപ്പെടുന്നത്. നാം ചിന്തിക്കുകയും പ്രവർത്തിക്കുകയും ചെയ്യുന്ന രീതിയും സംസ്കാരത്തിൻ്റെ ഭാഗമാണ്. സമൂഹത്തിലെ അംഗങ്ങൾ എന്ന നിലയിൽ നമുക്ക് പരമ്പരാഗതമായി ലഭിക്കുന്നതാണ് സംസ്കാരം. മനുഷ്യരുടെ എല്ലാ നേട്ടങ്ങളെയും സംസ്കാരം എന്ന് പറയാം. നമ്മുടെ ഭക്ഷണം, വേഷം, ഭാഷ തുടങ്ങിയവ ചേർന്നാണ് നമ്മുടെ സംസ്കാരം രൂപപ്പെടുന്നത്. നാം ചിന്തിക്കുകയും പ്രവർത്തിക്കുകയും ചെയ്യുന്ന രീതിയും സംസ്കാരത്തിൻ്റെ ഭാഗമാണ്. സമൂഹത്തിലെ അംഗങ്ങൾ എന്ന നിലയിൽ നമുക്ക് പരമ്പരാഗതമായി ലഭിക്കുന്നതാണ് സംസ്കാരം. ചുവടെ നൽകിയിരിക്കുന്നവയെ ഭൗതിക സംസ്കാരം, ഭൗതികേതര സംസ്കാരം എന്നിങ്ങനെ തരംതിരിച്ച് പട്ടികപ്പെടുത്തും. കൂടുതൽ ഉദാഹരണങ്ങൾ കണ്ടെത്തി കൂട്ടിച്ചേർക്കുമല്ലോ. മലയാളം: ഷർട്ട്, പുസ്തകം, മതവിശ്വാസങ്ങൾ, പാത്രങ്ങൾ, വീട്, ബാഗ്, സ്നേഹം, വാച്ച്, ഫോൺ, മൺവെട്ടി, ബഹുമാനം, ജ്ഞാനം. ഇതൊക്കെയാണ് തന്നിട്ടുള്ളത്. അപ്പോൾ ഭൗതിക സംസ്കാരം, ഭൗതികേതര സംസ്കാരമായിട്ട് രണ്ടായിട്ട് തരംതിരിച്ച് എഴുതാം. ഭൗതിക സംസ്കാരം: ഷർട്ട്, പുസ്തകം, പാത്രങ്ങൾ, വീട്, ബാഗ്, വാച്ച്, ഫോൺ, മൺവെട്ടി തുടങ്ങിയവ. ഭൗതികേതര സംസ്കാരം: മലയാളം, മതവിശ്വാസങ്ങൾ, സ്നേഹം, ബഹുമാനം, ജ്ഞാനം എന്നിവയൊക്കെയാണ് ഭൗതികേതര സംസ്കാരങ്ങളിൽ വരുന്നത്. സംസ്കാരത്തിൽ വരുന്നതാണ് ആഘോഷം, ഭാഷ, പാരമ്പര്യം, കല, ആചാരം, പെരുമാറ്റം, പ്രതീകം, ഭക്ഷണം, വേഷം, വിശ്വാസം തുടങ്ങിയവയൊക്കെ സംസ്കാരങ്ങളിൽ വരുന്നതാണ്. നമ്മുടെ കറൻസി നോട്ടിൽ എത്ര ഭാഷകളുണ്ടെന്ന് കണ്ടെത്തൂ. നമ്മളുടെ ഭരണഘടനയിൽ ഉൾച്ചേർത്തിരുന്ന ഭാഷകൾ ഏതൊക്കെയാണെന്ന് അന്വേഷിക്കൂ. നമ്മുടെ കറൻസിയിൽ എത്ര ഭാഷകളുണ്ടെന്ന്. അത് 15ആണ്. നമ്മുടെ ഭരണഘടന ഉൾച്ചേർന്നിരിക്കുന്ന ഭാഷകൾ ഏതൊക്കെയാണ് അന്വേഷിക്കാൻ. അപ്പോൾ ഭരണഘടനയിൽ 1950 ഒരു 14 എണ്ണമായിരുന്നു. ഇപ്പോൾ 22 എണ്ണമുണ്ട്. ഓണാഘോഷത്തിനായി എന്തെല്ലാം ഒരുക്കങ്ങളാണ് നടത്താറുള്ളത്? പൂക്കളിടാനുള്ള ഡിസൈൻ നോക്കും, പിന്നെ ഓണക്കളി, ഓണപ്പാട്ട്, പിന്നെ ഊഞ്ഞാൽ കെട്ടുന്നത്, പിന്നെ ഓണത്തപ്പനെ വരവേൽക്കുക, എങ്ങനെയാണ് കാര്യങ്ങളൊക്കെ ചെയ്യുന്നത്. ഇതൊക്കെ നമ്മൾ ഓണാഘോഷത്തിന് മുന്നേ ആയിട്ട് നടത്തുന്ന ഒരുക്കങ്ങളാണ്. ഇത്തരം കാര്യങ്ങളെല്ലാം നിങ്ങൾ പഠിച്ചത് എവിടെ നിന്നാണ്? നമ്മൾ വീട്ടിൽ നിന്നാണല്ലേ പഠിക്കുക. ഇത്തരം കാര്യങ്ങളൊക്കെ മുതിർന്നവർ, പ്രായമായ മുത്തശ്ശിമാരൊക്കെ നമുക്ക് പറഞ്ഞു തരുന്ന ഓരോ അറിവുകളാണത്. ദേശീയഗാനം ആലപിക്കുമ്പോൾ എഴുന്നേറ്റ് നിൽക്കുന്നത്, പിന്നെ ഗുഡ് മോർണിംഗ് അങ്ങനെ വിഷ് ചെയ്യുന്നത്, ഓരോരുത്തരെ കാണുമ്പോൾ റെസ്പെക്റ്റോടുകൂടി രാവിലെയും വൈകിട്ട് പ്രാർത്ഥിക്കുന്നു, പിന്നെ മുതിർന്നവരോടൊക്കെ നല്ല ബഹുമാനത്തോടെ സംസാരിക്കും, റെസ്പെക്റ്റ് ചെയ്യും. അത് വരുമ്പോൾ നമ്മൾ ഒന്ന് ബഹുമാനത്തായിട്ട് ഒന്ന് എണീറ്റിട്ട് ഇരിക്കുക. അതൊരു ബഹുമാന സൂചകമാണ്. സംസ്കാര രീതിയാണത്, കാലങ്ങളായിട്ട് നിലനിൽക്കുന്നതാണ്. സംസ്കാരം പങ്കുവയ്ക്കാവുന്നതാണ്. ഓണസദ്യയുടെ പ്രത്യേകതകൾ എന്തൊക്കെയാണ്? എല്ലാ വിഭാഗം ജനങ്ങളും ഒന്നിച്ചിരുന്ന് ഭക്ഷണം കഴിക്കുന്നു. പിന്നെ ഇങ്ങനെ വാഴയിലയിലാണ് ഓണസദ്യ കഴിക്കാറുള്ളത്. ഓണസദ്യ കേവലം ഭക്ഷണം മാത്രമാണോ? സമൂഹത്തിലെ നാനാതുറകളിലുള്ള ഒത്തുചേരുന്ന അനുഭവം കൂടിയല്ലേ? നിലത്തിരുന്ന് വാഴയിലയിൽ വിളമ്പിയ ഭക്ഷണം കഴിക്കുന്നത് പോലുള്ള പൊതു പാരമ്പര്യങ്ങൾ ഓണത്തിൻ്റെ ഭാഗമാണ്. അത് ഐക്യബോധവും സാമൂഹിക പങ്കാളിത്തവും വളർത്തുന്നു. ഭക്ഷണത്തിലൂടെയും ആഘോഷ ചടങ്ങുകളിലൂടെയും സംസ്കാരം കൂട്ടായി തീരുകയും കൈമാറുകയും ചെയ്യുന്നു. ഇപ്രകാരം സമൂഹത്തിൽ അംഗങ്ങൾക്കിടയിൽ സംസ്കാരം പരസ്പരം പങ്കുവയ്ക്കപ്പെടുന്നു. അപ്പോൾ ഓണസദ്യ വാഴയിലയിൽ ഇരുന്നാണ് കഴിക്കാറുള്ളത്. നിലത്തിരുന്ന് വാഴയിലയിൽ വിളമ്പിയ ഭക്ഷണം കഴിക്കുന്നു. ഒരുപാട് വിഭവങ്ങൾ ഉണ്ടാകാറുണ്ട്. സദ്യയോടൊപ്പം പായസം, പഴം, ഉപ്പേരി, ശർക്കര വരട്ടി തുടങ്ങിയ വിഭവങ്ങളായിട്ട് ഉണ്ടാവാറുണ്ട്. നമ്മുടെ ദേശീയതയെ പ്രതിനിധീകരിക്കുന്ന എന്തെല്ലാം പ്രതീകങ്ങൾ നിങ്ങൾക്കറിയാം? കുറച്ച് എഴുതിയാൽ മതി. ഇപ്പോൾ ദേശീയ ഗാനമുണ്ട് ഇവിടെ, ദേശീയ പതാക, ദേശീയ പുഷ്പം, ദേശീയ ഗീതം, ദേശീയ മുദ്ര, അങ്ങനെ കുറേ ഉണ്ട്. ഇത് എഴുതാം കേട്ടോ. ഇനി വിവാഹ രീതിയിൽ വന്നിട്ടുള്ള ആധുനിക പ്രവണതകൾ സൂചിപ്പിക്കുന്ന ചിത്രങ്ങളാണിവ. വിവാഹ ചടങ്ങുകളിൽ വന്ന മാറ്റങ്ങളെക്കുറിച്ച് മുത്തശ്ശി സൂചിപ്പിച്ചില്ലേ? എന്തൊക്കെയാണവ? വിവാഹ സൽക്കാരത്തിൽ മാറ്റം വന്നു. പിന്നെ മെഹന്തി, ഇപ്പോൾ മെഹന്തി എന്ന് പറഞ്ഞിട്ടുണ്ട്, ഹൽദി എന്ന് പറഞ്ഞിട്ട് മഞ്ഞ ഡ്രസ്സൊക്കെ ഇട്ട് ഡാൻസ് കളിക്കുന്ന പരിപാടിയൊക്കെ ഇല്ലേ? അപ്പോൾ ഹൽദി, പിന്നെ സേവ് ദ ഡേറ്റ്. ഇപ്പോൾ കല്യാണത്തിന് മുന്നേ ഒരു സേവ് ദ ഡേറ്റ് ഫോട്ടോഷൂട്ടും വീഡിയോ ഒക്കെ ഉണ്ടാക്കലുണ്ട്. അപ്പോൾ അത്, പിന്നെ ഡാൻസ് ബൈ ഗ്രൂം, ഡാൻസ് ഇപ്പോൾ എല്ലാവരും അതല്ലോ, തലേദിവസം ഡാൻസ് ഉണ്ട്. പിന്നെ ഈവൻറ്റ് മാനേജ്മെൻറ്റാണ് ഇപ്പോൾ റിസപ്ഷനും കാറ്ററിങ്ങിൻ്റെ കാര്യങ്ങളൊക്കെ നോക്കുന്ന ആൾക്കാർ. പിന്നെ റിസപ്ഷൻ്റെ ഫോട്ടോഷൂട്ട്, പിന്നെ ഇത് മേക്കപ്പ്,
അങ്ങനെ കുറേ കാര്യങ്ങൾ ഇന്നത്തെ കാലങ്ങളിൽ മാറ്റങ്ങൾ വന്നിട്ടുണ്ട്. പഴയെന്ന് വെച്ചിട്ട് പുതിയ രീതിയിൽ കുറേ മാറ്റങ്ങൾ വന്നിട്ടുണ്ടല്ലേ കല്യാണത്തിന് വേണ്ടിയിട്ട്. അത് ചിലവേറിയ കാര്യമാണ്. അങ്ങനെ ട്രഡീഷൻ ചേഞ്ച് വന്നിരിക്കുകയാണ്. സാംസ്കാരിക വ്യാപനം ഇതിൽ കുറച്ച് ഫുഡ് ഐറ്റംസ് കൊടുത്തിട്ടുണ്ട്. കേരളത്തിൻ്റേതായ ഫുഡ് ഏതൊക്കെയാണെന്ന് ചോദിച്ചിട്ടുള്ള ഊണ്, പുട്ട്, ദോശ, അപ്പം, ചിക്കൻ കറിയും വയ്ക്കാറുണ്ട്. ഒരു സംസ്കാരത്തിൻ്റെ തനത് സവിശേഷതകളിൽ മറ്റൊരു സംസ്കാരത്തിലേക്ക് കലരുന്നതാണ് സാംസ്കാരിക വ്യാപനം. വ്യത്യസ്ത സംസ്കാരങ്ങൾ തമ്മിൽ ഇടപഴകുമ്പോഴാണ് ഇങ്ങനെ സംഭവിക്കുന്നത്. ഒരു സംസ്കാരത്തിൽ നിന്ന് മറ്റു സംസ്കാരങ്ങളിലേക്കും തിരിച്ചും ഈ വ്യാപനം സംഭവിക്കാം. കേരളത്തിൽ അതിഥി തൊഴിലാളികളുടെ അവരുടെ ഭക്ഷണമായ പാനിപ്പൂരി, പനീർ ടിക്ക, ദാൽ മഖനി പോലുള്ളവ ഉദാഹരണങ്ങളാണ്. വസ്ത്രം, ഭാഷ, ആഘോഷം തുടങ്ങിയവയിലും മാറ്റങ്ങൾ പ്രകടമാണ്. ഇത്തരത്തിൽ വിവിധ സംസ്കാരങ്ങൾ സൗഹൃദപൂർവ്വം ഇടപഴകുമ്പോഴാണ് സാംസ്കാരിക വ്യാപനം സംഭവിക്കുന്നത്. താഴെ തന്നിരിക്കുന്നവയിൽ സംസ്കാരത്തിൻ്റെ ഏത് സവിശേഷതയുമായി ബന്ധപ്പെട്ടതാണെന്ന് കണ്ടെത്തിയിട്ട് ആശയപടം പൂർത്തിയാക്കൂ. അപ്പോൾ സംസ്കാരം എന്ന് കൊടുത്തിട്ടുണ്ട്. പഠിച്ചെടുക്കുന്നതിൽ വരുന്നതാണ് അത്തപ്പൂക്കളം. പിന്നെ സാമ്പ്രദായികമാണ്, അതിൽ വരുന്നതാണ് പടയണിയുടെ ചടങ്ങുകൾ. ഇനി അടുത്തത് പ്രതീകാത്മകമാണ്, അതിൽ വരുന്നതാണ് സമാധാനത്തെ സൂചിപ്പിക്കുന്ന വെള്ള നിറം. ഇനി അടുത്തതായിട്ട് വരുന്നതാണ് എല്ലാ വിഭാഗം ജനങ്ങളും ഒത്തുചേർന്നാണ് ഓണസദ്യ കഴിക്കുന്നത്. ഇനി ചലനാത്മകത്തിൽ വരുന്നതാണ് ഈവൻറ്റ് മാനേജ്മെൻറ്റ്. ഇനി ഷെയർഡിൽ വരുന്നതാണ് എല്ലാ വിഭാഗം ജനങ്ങളും ഒത്തുചേർന്നാണ് ഓണസദ്യ കഴിക്കാറുള്ളത്.